കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സിന്ധു കൃഷ്ണയുടെ ഉണ്ടെങ്കിൽ ഫാമിലിയെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളുമാണ് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ സിന്ധു കൃഷ്ണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതേ കൂട്ടത്തിൽ തന്നെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. തൻ്റെ അമ്മയും അച്ഛൻ്റെയും തമ്മിലുള്ളൊക്കെ ഒരു വീഡിയോ ആയിരുന്നു. അച്ഛനുണ്ടെങ്കിൽ ഇത് കണക്ക് വയ്യാതെ കിടക്കുന്ന സമയത്ത് അമ്മ ഉപദ്രവിക്കുന്നതും അതോടെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛൻ വയ്യാതായതിന് ശേഷം ഉണ്ടെങ്കിൽ കട്ടിലേ കിടക്കാൻ സമ്മതിക്കത്തില്ല, ഫ്രണ്ടിൽ പോയി കിടക്കണമെന്നുള്ള രീതിയിലൊക്കെ അമ്മയ്ക്ക് ഭയങ്കര വാശിയായിരുന്നു. അതോടെ തന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാറൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ പറയുകയും അതോടെ തന്നെ വീഡിയോ ഒക്കെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവരുടെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് ഒരുപാട് പേരുണ്ട്. വീട്ടിൽ നടക്കുന്ന എല്ലാ സംഭവം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കണക്ക് വെളിയിൽ സോഷ്യൽ മീഡിയ ഇടുന്നതായിരിക്കും. അതെന്തോ അവരുമായിട്ട് ഭയങ്കരമായിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ്. പക്ഷേ ഇവർക്കൊന്നും മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അതിപ്പോൾ എന്തായിരുന്നാൽ പോലും ഉണ്ടെങ്കിൽ അത് വീട്ടിൽ തന്നെ തീർക്കാൻ വേണ്ടി നോക്കണം. അതല്ലെങ്കിൽ നമുക്ക് നിയമം, കോടതി അങ്ങനത്തെ ഉള്ള രീതി പോകേണ്ട അവസ്ഥ വന്നാൽ അങ്ങനെ പോകും. അതല്ലാതെ കാണുന്നതും കണ്ടതും എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് സോഷ്യൽ മീഡിയ ഇട്ടിട്ട് നമ്മളെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ നാട്ടുകാരെ അറിയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിൽ എന്തുവേണം നടക്കുന്നതെന്നുള്ള രീതിയിൽ മനസ്സിലാവുകയും അത് വെച്ചിട്ട് പിന്നീട് സംസാരം എന്നുള്ള രീതിയിൽ വരികയും ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പക്ഷേ ഇവർക്കുണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊന്നും മനസ്സിലാവത്തില്ല. പ്രൈവസി എന്ന് പറയുന്നത് ഇവർക്കുള്ളവർക്കൊന്നും ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടെങ്കിൽ എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഇടും, അത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.